ഇതൊക്കെ ഏതൊക്കെയാണോ എന്തോ, എയർപോർട്ടാണോ അത്? ഐ തിങ്ക് അതെ. അതൊക്കെ തമ്പാനൂരും അങ്ങോട്ടൊക്കെയാണ് ആയിരിക്കും, ആവാനാണ് സാധ്യത. അതെ, ഇപ്പം ഈ റോഡ് ഇങ്ങനെ ഇറങ്ങി വളഞ്ഞ് ഇങ്ങനെ പോയി അങ്ങോട്ടൊക്കെ പാപ്പനം അങ്ങോട്ട് കാണുന്നതൊക്കെ മറ്റേ മുക്കുന്നി മലയാണെന്ന് തോന്നുന്നു. അത് മുക്കുന്നി മലയാണ്, അതങ്ങോട്ട് മലയങ്കിഴി റൂട്ട്. സോ ഇതാ പോണമാതിരി. പിന്നെ അങ്ങനെയുള്ള പരിപാടികൾ, ഇതൊക്കെ അങ്ങോട്ടുള്ള റൂട്ട്. പേയാട്, തമ്പാനൂര്, ഇതായിരിക്കും തമ്പാനൂർ. ഇതോ കാണും ടെർമിനൽ, കണ്ടോ? അതാണ് നമ്മളെ KSRTC ടെർമിനൽ തമ്പാനൂർ. അല്ല, റെയിൽവേ സ്റ്റേഷനൊക്കെ അതാണ്. ഇങ്ങനെ പോകും. കോവളം, അങ്ങോട്ട് കോവളം. ഇതോ കാണുന്ന കോവളമാണ്. ഡോം ഇരിക്കണതിൻ്റെ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് കോവളം, വിഴിഞ്ഞം, കോവളം, ശംഖുമുഖം, അങ്ങനെ പോകും. എയർപോർട്ട് ഇത്, സോറി അതല്ല ഇത്. ട്രിവാൻഡ്രം 360. ഇത് പണ്ട് വില്ല ഇതിന് വേണ്ടിയിട്ട് അവർ പണി തുടങ്ങിയിട്ട് പകുതി വെച്ച് പണി നിന്ന് അങ്ങനെ എന്തോ ടാസ്ക്കായി നിർത്തി വെച്ചിട്ട് പോയൊരു പരിപാടിയാണ്. കണ്ടില്ലേ, വില്ലാസാണ്. ഇതാണ് ഇവിടുത്തെ ഒരു പരിപാടി. അടിപൊളി സംഭവം എന്ന് പറഞ്ഞാലും ഒരു അടിപൊളി സംഭവം. പുഞ്ചക്കരിയിൽ ഇനി പോക്ക് നടക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലായിടത്തും പോയാലും ഈ ഒരു വ്യൂ ഒക്കെ തന്നെ. അങ്ങോട്ട് അവിടെ നിന്ന് കാണാം. ഇതാണ് കറക്റ്റ് സെൻറ്റർ ഏകദേശം. അല്ലെങ്കിൽ അവിടെ നിൽക്കാം. നമ്മളെല്ലായിടത്തും പോകുമായിരുന്നു, കൂടുതലും അവിടെ തന്നെ. ഇത് അന്നും സീനുണ്ട്, ഇന്നും സീനുണ്ട്. പോലീസൊക്കെ വരും. പോലീസൊക്കെ വരും ഇടയ്ക്കിടയ്ക്ക്. ഞാൻ ഇവിടെ വന്നിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. വേറെ ജോലിയുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഈ റോഡ് കയറിയിട്ടുണ്ട് അങ്ങോട്ടൊക്കെ വീടുകളിലേക്ക്, അല്ലാതെ ഇങ്ങോട്ട് വരാറില്ല വർഷങ്ങളായി. പണ്ട് കുറേ വർഷം നമ്മളെന്നും വന്നിരുന്നു, ശനി ഞായറും പിന്നെ അല്ലാതെ വെള്ളമടിക്കുന്ന ദിവസങ്ങളിൽ ഇവിടെ ആയിരുന്നു. നമ്മളടിച്ചിട്ടങ്ങ് പോകും, വേറെ സീനൊന്നുമില്ല. നമ്മൾ ഉച്ചവാക്കിനാണ് പറഞ്ഞത്, ആ സമയത്തൊന്നും വലിയ സീനില്ല. വൈകുന്നേരം ആകുമ്പോഴാണ് പേല പറഞ്ഞത്. ഇപ്പോൾ ഭയങ്കര സീനാണ് ഇവിടെ. അതെന്തുകൊണ്ടാണെന്ന് അറിയാം, ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അത് പിന്നെ വേറെ ലെവൽ സംഭവത്തിലേക്ക് പോകും. ഇവിടെ സീനാണ്, അതെന്തുകൊണ്ടാണെന്ന് ട്രിവാൻഡ്രംകാർക്ക് അറിയാം. പിന്നെ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു രീതിയിലാകും, അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു. ഈ ഏരിയയിൽ അതുകൊണ്ടാണ് പേല പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഭയങ്കര ടാസ്ക്കാണ്. ഇതാ എയറോപ്ലെയിൻ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് അങ്ങോട്ട്. ഹായ്. ഇപ്പം എന്താ ഒരു വലിയൊരു കാഴ്ചയാണ്, ഒരു എയറോപ്ലെയിൻ മറ്റൊരു എയറോപ്ലെയിനെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. അതോ കണ്ടില്ലേ, ഇതിലും വലിയൊരു കാഴ്ച ഇനി എവിടെ കിട്ടും? അതാണ് അതാ പൊയ്ക്കൊണ്ടിരിക്കും. ഇവിടുത്തെ പരിപാടി ഒരുവിധം കഴിഞ്ഞ്, ഇത്രയൊക്കെ തന്നെ. അതൊക്കെ ഇറങ്ങിയാലോ, ഒരുപാട് നേരം നിൽക്കണോ? പുഞ്ചക്കരിയിൽ ഇനി പോകണമെന്നാണ്. പുഞ്ചക്കരി പോകണില്ലെങ്കിൽ കുറച്ച് പേരും കൂടി ഇവിടെ നിൽക്കാം, വേറെ പ്രശ്നമില്ല. പക്ഷെ പുഞ്ചക്കരി പോകണില്ലെങ്കിൽ സീനാണ്. പുഞ്ചക്കരി പോകണോ ഇനി? പുഞ്ചക്കരി ഇനി പോയാൽ ഇരുട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യം. ഇനി നല്ല അത്യാവശ്യം ലോങ് പോവുകയാണെങ്കിൽ ടയർ മാറ്റിയിട്ട് പോകുന്നതായിരിക്കും ഫ്രണ്ട്സ് നല്ലത്. കാരണം പണിയാണ്, ഭയങ്കര ഷോക്ക് ഉണ്ടായിരുന്നു നേരത്തെ അവിടെ വെച്ച്. ആ ടാസ്ക് ആയില്ലേ, ഒരു ഓട്ടോരെ മറ്റേ ഇടയിൽ ചെന്ന് കയറിയ സമയത്ത്, ആ സമയത്ത് ഇതിൻ്റെ ടയർ നല്ല രീതിയിൽ സ്കിഡായി. ഗിയർ ബ്രേക്ക് ചെയ്തിട്ട് പോലും ഞാൻ ബ്രേക്കും പിടിച്ച്, കാരണം അവിടെ കൂടുതൽ ഗിയർ ബ്രേക്ക് ചെയ്യേണ്ട, ഫ്രണ്ടും ബാക്കും കൂടെ പിടിച്ച്. പക്ഷേ ആ സമയത്ത് ഭയങ്കര സീനായിരുന്നു. വളരെ മോശം ടയർ. അത് അത്ര നല്ല റോഡായിട്ട് പോലും അവിടെ സ്കിഡായെങ്കിൽ ആലോചിച്ച് നോക്കണം. ടയർ കൊള്ളൂല. MRFിനൊക്കെ വില മാത്രമേ ഉള്ളൂ, ഒട്ടും ക്വാളിറ്റി ഇല്ല, വളരെ മോശം. ഇനി അങ്ങോട്ടും ഇത് തന്നെയാണ് വ്യൂ. ഏറ്റവും ബെസ്റ്റ് വ്യൂ ഇവിടെയുമാണ്. പക്ഷെ നമ്മൾ വെള്ളം അടിക്കുമ്പോൾ ഇവിടെയൊക്കെയാണ് പോകണം, അടിയിലൊക്കെ പോയിരുന്ന് വെള്ളം അടിക്കും. അല്ല, മേളിൽ നിന്ന് തന്നെ നമ്മൾ അടിക്കണം. അടിയിൽ അങ്ങനെ പോകാറില്ല ചിലപ്പോൾ, അടിയിൽ ചൂടാണ്, വെളിയിൽ നിൽക്കണമല്ല നല്ലത്. അതുകൊണ്ട് നമ്മൾ വെളിയിലായിരിക്കും. നമ്മളവിടെ നിന്ന് പരസ്യമായിട്ടൊക്കെ തന്നെ അടിക്കും, വേറെ പ്രശ്നമൊന്നുമില്ല ഇവിടെ. നമ്മൾ വേറെ സീനൊന്നും ഇല്ലാത്തതുകൊണ്ട്. പോലീസൊക്കെ വന്നിട്ടുണ്ട്. പോലീസ് വന്നാൽ പണി കിട്ടും ബൈക്കിരിക്കുകയാണെങ്കിൽ. നമ്മൾ നടന്നു വന്നുള്ള ലേബൽ വേറെ എവിടെയെങ്കിലും വണ്ടി കൊണ്ട് വെച്ചിട്ട് വരും. പക്ഷെ അന്ന് അത്ര സീനില്ലായിരുന്നു. നമ്മൾ പോയി കഴിഞ്ഞിട്ട് വേല എങ്ങനെയെങ്കിലും വരുള്ളായിരുന്നു പണ്ടൊക്കെ. അതുകൊണ്ട് നമുക്ക് സീനായില്ല. അതുകൊണ്ട് കൊള്ളാം. എന്തൊരു വൈബ്, ഒരു രക്ഷയില്ല. ഇത് ക്യാമറയിലൊന്നും കാണാൻ പറ്റില്ല, കണ്ണുകൊണ്ട് മാത്രമേ ഇത് കാണാൻ പറ്റൂ. ഭയാനകം, സൂപ്പർ. ഇതൊരു കാറ്റും സുഖമാണ്. വൻ സംഭവം. വാവ്. ഈ ചൂട് കാലത്ത് ഇവിടെ നിന്നപ്പോൾ കിട്ടിയ ഒരു ഫീലുണ്ടല്ലോ, ഇതാ പോണ് പരുന്ത്. ഭയാനകം. ഇതായി जिस दिन से आशना से दो अजनबी हुए हैं, तन्हाइयों के लम्हे सिर पर तवी हुए हैं, क्यों आज मैं मोहब्बत फिर एक बार करना चाहूँ, ये दिल को ढूंढता है इनकार के बहाने, हमें അതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. അങ്ങോട്ട് വഴിയില്ല. അങ്ങോട്ട് മറ്റേ സെമിത്തേരിയൊക്കെയാണ്. ഡെഡ് എൻഡ് അല്ല, അവിടെ മറ്റേ ശ്മശാനം, പിന്നെ താഴ്ചയാണ്, പിന്നെ വഴിയില്ല. നിങ്ങൾ ഈ ഒറ്റ വഴിയുള്ളൂ ഇവിടെ വന്നിട്ട്. ഇവിടെ നേരത്തെ ആരോ രണ്ടുപേരുണ്ടായിരുന്നു, അവർ പോയി. ഇത്രയൊക്കെ തന്നെ.
600 രൂപയായി. അത് അപ്ഡേഷൻ ആയിരുന്നു. അല്ല ഇത് സെൻസറിൻ്റെ അപ്ഡേഷൻ ചെയ്തില്ലേ. ഇത് 360 ട്രിവാൻഡ്രത്തിൻ്റെ. ഇതിൻ്റെ മേളിൽ കയറിയാൽ ഫുൾ കാണാം. പിന്നെ ഇല്ല നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ കാണാം. അത് എയർപോർട്ട്, അങ്ങോട്ട് കോവളം, വിഴിഞ്ഞം, തമ്പാനൂർ, ഇതോ ടെർമിനൽ കാണാമല്ലോ. അവിടെ കയറി നിന്നാൽ കാണാം. കപ്പിൾസിന് വലിയ സീനൊന്നുമില്ല. കപ്പിൾസ് വലിയ സീനൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആരും വരാറില്ല, എന്നാലും വരും. വേറെ എൻ്റെ വീട് ഇവിടെ അടുത്ത്. പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് കുറേ വർഷമായി. പക്ഷേ അങ്ങനെ വന്നുകൊണ്ട് ഒരു രക്ഷയില്ല. നിങ്ങൾ ഫസ്റ്റ് ടൈമാണോ? കുറച്ചുകൂടെ മുമ്പ് ഒരാളായിരുന്നു. ഇതിപ്പോൾ ഇരുട്ടായി. ഇതിൻ്റെ മണ്ടേ കയറി കണ്ടാൽ മതി. എല്ലാം 360 ഫുൾ കാണാം. ഒന്നും പറയില്ല. ഭയാനകം. അന്ന് നമ്മളിതൊന്നും ശ്രദ്ധിക്കൂലായിരുന്നു. വിലയില്ല അന്ന്. ഇതിനൊന്നും ഇത്ര എക്സ്പ്ലോറേഷൻ കാലഘട്ടമായിട്ടില്ല ബ്രോ. അന്ന് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമേ സോഷ്യൽ മീഡിയയിലൊന്നും വന്നിട്ടില്ല. അതെ, റീസെൻ്റ്ലി തുടങ്ങിയുള്ളൂ. റോഡ് സ്റ്റാർ അപ്പു. അതെ, അപ്പു. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഇടൂല. അത് ഞാൻ നേരത്തെ അവിടെ വേറെന്തോ കാര്യം പറഞ്ഞപ്പോഴത് പറയാൻ വന്നതാണ്. നീ ബാക്കിയൊക്കെ വരും. ഇത് ഫുള്ള് വരും. ഒറ്റയ്ക്കേ ഇത് നടക്കുകയുള്ളൂ. മോട്ടോ വ്ളോഗിങ്ങിന് ആൾ ആവശ്യമില്ല. ബാക്കി എല്ലാത്തിനും ആൾ വേണം. ഒന്നും നടക്കില്ല. എനിക്ക് പലതും ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആരുമില്ല വന്നപ്പോഴാണ് ഞാൻ മോട്ടോ വ്ളോഗ്. ഇത് തന്നെയാണ് മെയിൻ സംഭവം. മോട്ടോ വ്ളോഗിങ് ആണ് എനിക്ക് കുറച്ച് പ്രിഫറബിൾ. ആരും വേണ്ട. എൻ്റെ കൂട്ടുകാരൊന്നും ഇവിടെ ഇല്ല. എല്ലാവരും പലയിടത്ത് പോയി. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാൻ ഒരു എൻജിനീയറാണ് ബേസിക്കലി. സിവിൽ. അച്ഛനായിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യണം. ഇപ്പോൾ വർക്കൊന്നുമില്ല. ഇപ്പോൾ വർക്ക് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം. ഒന്നും കിട്ടിയില്ല. സോ ഇതൊക്കെ തന്നെ പരിപാടി. അല്ല അങ്ങനെ വലിയ സീനായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് അത് പണിയാണ്. അത് സീനാണ് കേട്ടോ. ഇവിടെയുള്ള നാട്ടുകാർ സീനാണ്. മുട്ടൻ സീനാണ്. നിങ്ങൾ വന്നപ്പോൾ ഒന്നും പറഞ്ഞില്ലെന്നാണ് ഞാൻ ആലോചിച്ചത്. നേരത്തെ 2 കപ്പിൾസ് ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ. അവർ ഇറങ്ങിയായിരുന്നു. തീരെ രാത്രിയായ സീനാണ്. ഇത്തിരി കൂടെ നേരത്തെ വന്നാൽ ഒരു സീനും ഇല്ല. ഇതിപ്പോൾ ഇരട്ടി. ഇനിയിപ്പോൾ ഒന്നും കാണാനില്ല. 5 മണിക്ക് ഇവിടെ നിങ്ങളെ വീട് ഇവിടെ തന്നെ. 5 മണിക്കല്ല 4 മണിയൊക്കെ ആകുമ്പോൾ വന്നാൽ മതി. കിടിലൊരി. റോഡ് സ്റ്റാർ അപ്പു. റോഡ് സ്റ്റാർ. എൻ്റെ ജീവിതം ഫുള്ള് റോഡിലാണ്. ഒരു പേരിടണമെന്ന് ചിന്തിച്ചിരുന്നപ്പം ഞാൻ വിചാരിച്ച് അല്ല ഈ വണ്ടിയല്ല, സ്പ്ലെൻഡറിൽ ജോലിയൊക്കെ ചെയ്ത് ഫുൾ റോഡിൽ ഓട്ടം തന്നെ. അതിലാണ് കൂടുതൽ ഓട്ടം. ഇത് വല്ലപ്പോഴേ ഉള്ളൂ. ഇത് കുറേ നാളിന് ശേഷം എടുത്തത്. അല്ലല്ല, എടുക്കാറില്ല. ഇതിനൊരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. ഇന്നാണ് ആദ്യമായിട്ട് കംപ്ലയിൻറ്റ് വന്നത്. 7 വർഷമായി. നിങ്ങൾ ഷോറൂമില്ല? നിങ്ങൾ ഈ വഴിയാവുന്ന? ഈ വഴിയല്ലേ? ആ വഴി എനിക്ക് ഓർമ്മയില്ല. അത് ഓഫ് റോഡാണ്. എനിക്ക് പറ്റുമെന്ന് നോക്കണം. ഓഫ് റോഡല്ലേ അത്? ഓഫ് റോഡല്ലേ നിങ്ങൾ വന്ന വഴി? നോക്കട്ടെ എന്തായാലും. ഇരുട്ടായി. അപ്പം ശരി. നമുക്ക് വന്ന വഴി തന്നെ പോവാം. കിടിലാണ് എക്സ്പ്ലോറേഷൻ. ഇതിന് വലിയ ഇതില്ല. ഏത് വലിയ ഒരു സുഖം. ടയർ എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയതാണ്. ഇല്ലെങ്കിൽ ഞാൻ കിടിലമായിട്ട് അങ്ങൊക്കെ പോയി ഒരു റൈഡ് അടിച്ചാൽ. വെടിവെച്ചാൻ കോവിൽ വരെ പോയി റൈഡ് അടിക്കായിരുന്നു. കഴക്കൂട്ടത്തൊക്കെ പോയി ഷോ കാണിച്ചിട്ട് ഒരു റൈഡ് അടിക്കുക. ഷോ ആന്തരി കാണിക്കുക, വണ്ടി ഓടിക്കായിരുന്നു. നമ്മളിവിടെ കൂടെയൊക്കെ വന്നത്. ഇവിടെ കൂടെയൊക്കെയല്ലേ വന്നത്. ഇവിടെയൊക്കെ ഭയങ്കര മറ്റേ സീനൊക്കെ ഉണ്ട്. ഇതൊക്കെ സെമിത്തേരി ആയിരുന്നു. സെമിത്തേരി ആയിരുന്നു ഗൈസ്. ഇതൊക്കെ ഭയങ്കര ഹോണ്ടഡാണ്. വാവ്, ഇതൊക്കെ അത് സ്ഥലം ആയിരിക്കും. നമ്മളിവിടെ ഒന്നും അധികം എക്സ്പ്ലോർ ചെയ്തില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അവിടെ കൂടെ വഴിയില്ല മച്ചു. ഈ വഴി തന്നെ. ഇതെന്തൊരു പട്ടിയെ? പട്ടി ചത്ത് കിടക്കണം. ഉറങ്ങണം. മയിര് ഏതറേ വഴി? മയിര് വഴി ഏതെന്ന് പോലും മനസ്സിലാവുള്ളൂ. ഇതെന്തോന്ന് ഹോണ്ടിങ് സ്ഥലം. സെമിത്തേരിയൊക്കെ ഉണ്ട്. മയില് ഒരു രക്ഷയില്ല. അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു റൈഡായിരുന്നു ഇതെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ഇതെന്താ അഡ്വഞ്ചറസ് ആണോ? ഇതൊക്കെ വീട്ടിലുള്ള ആൾക്കാരാണ്. ഇതിൻ്റെ ടയർ ചെറിയൊരു സീനുണ്ട്. ഇത് മറ്റേ നോക്കി വേണം പോവാൻ. ടയർ ടയറായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ വേറെ ലെവലാണ്. സെക്കൻഡിൽ പതുക്കെ ന്യൂട്രലിട്ടൊന്നും ഇങ്ങനെ ഇറങ്ങിപ്പോവല്ലേ. പണി കിട്ടും. ഗിയർ ഇട്ട് തന്നെ പോകണേ നല്ലത്. ഇൻ കേസ് ബ്രേക്ക് പോയാൽ ഗിയർ ഇട്ട് ഓഫ് ചെയ്ത് നിർത്താം.
ഓഫ് ചെയ്ത് അങ്ങനെ നിർത്താൻ പറ്റില്ല, ഒരു നാക്കിന് നിർത്തണം. എങ്ങനെ നിർത്തിയാലും ഈ ടയർ ശോകം. MRF റബ്സ് ഈ വില മാത്രമേ ഉള്ളൂ, ഭയങ്കര ശോകമാണ്. ഒരിക്കലും ഇടല്ലേ, റബ്സ് കൊള്ളൂല എന്തായാലും. ബാക്കിയുള്ളത് ഇനി ഭയങ്കര സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഭയങ്കര സ്കിഡിങ് ആയിട്ടുള്ള ടയറാണ്. ഇതിന് സ്കിഡിങ് ആണ് ഏറ്റവും മെയിൻ. ഇത് സ്കിഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടി, അല്ല ഈ ടയർ. ഈ വഴിയാണ് ആ വഴി, ഇത് ഓഫ് റോഡ് അല്ലെന്ന്. ഇതൊക്കെ ചറക്കും താഴെ വരും. ഇലക്ട്രിക്കലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നൈസിന് കൊണ്ടുപോകാം, വലിയ വെയിറ്റ് ഇല്ലല്ലോ. ഈ മൈരി അങ്ങോട്ട് കയറുമ്പോൾ പോകാം നമുക്ക്, ഇങ്ങോട്ട് വരുമ്പോൾ പോവല്ലേ. ബ്രേക്ക് ചെയ്തല്ലേ ഇറങ്ങാൻ പറ്റും, അതിൽ നിൽക്കൂല വണ്ടി. അങ്ങനെയാണ് ചറക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, ഇഷ്ടം പോലെ വേണം. വീണിട്ടില്ല, ചറക്കി വന്നിട്ടുണ്ട് താഴോട്ട്. വൻ ലെവലിൽ വീണില്ലെന്നേ ഉള്ളൂ, ആ ലെവലിൽ വന്നിട്ടുണ്ട്. ഡിയോയിൽ എൻ്റെ ആദ്യത്തെ വണ്ടി ഡിയോ ആയിരുന്നു, R15 അങ്ങനെ ചറക്കി വന്നിട്ടുണ്ട്, പക്ഷേ വീണില്ലെന്നേ ഉള്ളൂ. സോ അതെനിക്കറിയാം. ഡോമിനോർ ഒട്ടും നിൽക്കില്ല, മുട്ടം വെയിറ്റ് ആയിട്ട് ചറക്കി ഇങ്ങനെ വരും. മറ്റേ രണ്ടിന് വെയിറ്റ് കുറവായതുകൊണ്ട് അങ്ങനെ ചറക്കി അതുപോലും ചറക്കിപ്പോയി എന്നിട്ടും. അപ്പോൾ ഇതിൻ്റെ കാര്യം ആലോചിച്ച് നോക്കും, എന്ത് സീനായിരിക്കും. എന്തായാലും മനുഷ്യന് വേണ്ട സമാധാനമല്ലേ ജീവിതത്തിൽ. എല്ലാ ദിവസവും ഇത്രയും ദിവസവും ഞാൻ വർക്കിംഗ് ആയിരുന്നു, ഫുൾ വണ്ടി ഓടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ടെൻഷനും വണ്ടിയുടെ സൗണ്ടും, ശോകം, എന്ത് ശോകമാണ്. ഇതൊക്കെയല്ലേ ജീവിതം.